സ്വർണ്ണവില കുത്തനെ ഉയരുന്നതിൽ ആകെ ദുഃഖിതരാണ് നമ്മൾ മലയാളികൾ. ഓരോ ദിവസവും സ്വർണത്തിന് വില കൂടുന്നു എന്നറിയുമ്പോൾ മലയാളി കുടുംബങ്ങളിൽ ആശങ്കയാണുള്ളത്. സ്വർണമില്ലാതെ മലയാളിക്ക് ആഘോഷവേളകളില്ല എന്നത് തന്നെ കാരണം. ആഡംബര ആഭരണങ്ങളായും ഭാവിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ സ്വർണം സൂക്ഷിക്കുന്നവരാണ് നമ്മൾ. വില കൂടുന്തോറും പുതിയ സ്വർണം വാങ്ങാൻ കഴിയില്ലല്ലോ എന്ന ആശങ്കയും ഒപ്പം സൂക്ഷിച്ചു വെച്ച സ്വർണത്തിന്റെ മൂല്യം കൂടുന്നതിലുള്ള സന്തോഷവും മലയാളിക്കുണ്ട്. ഇതിനിടയിലാണ് അങ്ങ് ദുബായിലെ ഫാഷൻ ലോകത്തു നിന്നുള്ള ഒരു വാർത്ത കൗതുകമാവുന്നത്. പുതിയൊരു റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് സ്വർണം വാർത്തകളിൽ നിറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ സ്വർണ്ണ വസ്ത്രം വേദിയിൽ എത്തിച്ചുകൊണ്ടാണ് ദുബായിലെ ഒരു ഫാഷൻ ഷോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. 10.5 കിലോ ഭാരമുള്ള 24 കാരറ്റ് സ്വർണ്ണ വസ്ത്രമാണ് ഇപ്പോഴത്തെ വാർത്ത. സ്വർണത്തോടൊപ്പം വിലപിടിപ്പുള്ള ഡയമണ്ട്, റൂബി, എമറാൾഡ് തുടങ്ങിയ രത്നങ്ങൾ പതിപ്പിച്ച ഉടുപ്പ് കാണാൻ ആളുകൾ തടിച്ചു കൂടുകയാണ്. സൗദി ആസ്ഥാനമായുള്ള അൽ റൊമൈസാൻ ഗോൾഡ് എന്ന സ്വർണ്ണ ജ്വല്ലറി ബ്രാൻഡാണ് ഈ സുവർണ ഡ്രസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തലയിൽ ചൂടുന്ന 398 ഗ്രാം ഭാരമുള്ള ടിയാര, 8810.60 ഗ്രാം ഭാരമുള്ള നെക്ലസ്, 134.1 ഗ്രാമിന്റെ കമ്മലുകൾ, 738.5 ഗ്രാം ഭാരമുള്ള ഹിയർ എന്നിവ അടങ്ങുന്നതാണ് സ്വർണ്ണ ഉടുപ്പ്. എല്ലാം കൂടിയാകുമ്പോൾ ആകെ 10.5 കിലോ ഭാരമാണ് ഈ വസ്ത്രത്തിനുള്ളത്. ഏകദേശം 9.5 കോടി രൂപ മൂല്യമുള്ള ഈ വസ്ത്രം വൈറൽ ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. സ്വർണ്ണ വസ്ത്ര നിർമ്മാണത്തിൽ മധ്യപൂർവ്വ മേഖലയിലെ കലാരൂപങ്ങളിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട്. അലങ്കാരങ്ങൾ കൊഴിപ്പിക്കാൻ രത്നങ്ങളെ കൂടാതെ പല സമൃദ്ധി, സൗന്ദര്യം, സ്ത്രീശക്തി തുടങ്ങിയവയെ പ്രതിനിധീകരിക്കുന്ന ഡിസൈനുകളും ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ ആഡംബരത്തിന്റെ ഏറ്റവും കൂടിയ പ്രതീകമായി നിലനിൽക്കും ഈ വസ്ത്രം. ഈ സ്വർണ്ണ മാസ്റ്റർ പീസ് ആദ്യമായി അവതരിപ്പിച്ചത് ഷാർജയിലെ 56ാമത് മിഡിൽ ഈസ്റ്റ് വാച്ച് ആൻഡ് ജ്വല്ലറി ഷോയിലായിരുന്നു. ഈ മേഖലയിലെ ഏറ്റവും വലിയ ആഭരണ പ്രദർശനമായ വേദിയിൽ ഈ വസ്ത്രം ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഈ സ്വർണ്ണ വസ്ത്രം ജ്വല്ലറിയുടെയും ഫാഷന്റെയും ലോകങ്ങളെ ഒന്നിപ്പിക്കുന്ന കലാസൃഷ്ടിയായാണ് കരുതപ്പെടുന്നത്. ഈ വസ്ത്രം വിപണിയിൽ എത്താനുള്ള സാധ്യത പക്ഷേ കുറവാണ്. ലോകമെമ്പാടുമുള്ള ഫാഷൻ ജ്വല്ലറി എക്സിബിഷനുകളിൽ പ്രദർശിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇതിന്റെ സ്രഷ്ടാക്കൾ.